വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ടു മനസ്സലിന് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുൻപോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. മനുഷ്യത്വത്തോടെയുള്ള യേശുവിന്റെ വർത്തനം വളരെയേറെ താത്വികവും ആദൃശ്യപരവും ഉന്നതവുമായ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രവാചകന്റെ ചിത്രമാണ് പലരും സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിൽ കണ്ടെത്താൻ ഇടവരിക. എന്നാൽ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ചിത്രം സുവിശേഷകനായ വിശുദ്ധ ലൂക്ക ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് നായിൻ. അവിടേക്കുള്ള സന്ദർശനാർത്ഥം യേശുവും ശിഷ്യന്മാരും അവിടെ ചെന്നപ്പോൾ വഴിയിൽ കൂടെ ഒരു വിലാപയാത്ര പോകുന്നതായിട്ട് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ വിലാപയാത്രയെ സംബന്ധിച്ച് യേശു കൂടുതൽ പഠിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന് മനസ്സിലായി, വിധവയായിട്ടുള്ള ഒരു അമ്മയുടെ ഏകപുത്രന്റെ മൃത സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ആ മൃതശരീരം. ആ അമ്മയുടെ ഹൃദയസ്പർശിയായിട്ടുള്ള വിലാപവും അന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന ആ ശോകത്തിൻ്റെതായിട്ടുള്ള ഭാവങ്ങളും കണ്ട് യേശുവിനെ അത് കണ്ടില്ല എന്ന് വെച്ച് പോകാൻ സാധിക്കാത്തൊരു സ്ഥിതി. യേശുവിന്റെ തികച്ചും മനുഷ്യത്വപൂർണമായും പ്രായോഗികവുമായിട്ടുള്ള സമീപനം അവിടെ പ്രവർത്തനനിരതമാകുന്നതായിട്ട് കാണാം. യേശു അവിടെ നിൽക്കുന്നു. യേശുവിൽ ഉണ്ടായിരുന്ന ദൈവികത മാനുഷികതയിലൂടെ പ്രവർത്തനനിരതമാകുന്നു. ശവമഞ്ചത്തെ യേശു സമീപിച്ചുകൊണ്ട് ശവമഞ്ചം തൊടുന്നു. വിസ്മയകരമായ രീതിയിൽ ശവമഞ്ചം വഹിച്ചിരുന്ന ആളുകളൊക്കെ നിന്ന നിലയിൽ നിൽക്കുന്നു. മൃദുവായ സ്വരത്തിൽ യേശു ശവമഞ്ചത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, യുവാവേ, എഴുന്നേൽക്കുക. യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. യേശു യുവാവിനെ പിടിച്ച് ഇറക്കുന്നു, അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. ഈ രംഗം
അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ അനുഭവം യഥാർത്ഥത്തിൽ ചിന്തയുള്ള വ്യക്തികൾക്ക്, ഭാവനയുള്ള വ്യക്തികൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. എല്ലാവരും വിസ്മയിച്ചു. ആ കൂട്ടത്തിൽ സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, യേശുവിനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം നിയുക്തനായിട്ടുള്ള യോഹന്നാൻ നാംദാന, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന യോഹന്നാൻ നാംദാനയുടെ ശിഷ്യന്മാർ പലരും ഈ വിലാപയാത്രയിൽ സംബന്ധിക്കുന്നതിനായിട്ടുണ്ടായിരുന്നു എന്ന്. യേശുവിന്റെ ഈ പ്രവർത്തന ശൈലി കണ്ടും കേട്ടും അവരുടെ ഹൃദയത്തെ സ്വാഭാവികമായിട്ടത് സ്വാധീനിക്കാനിടവന്നു. അവർ തിരിച്ച് അവരുടെ ഗുരുവിനോട് ചെന്ന് പറയുന്നു, യോഹന്നാൻ നാംദാനയോട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് കേട്ടപ്പോൾ കാരാഗ്രഹത്തിൽ കഴിയുന്ന യോഹന്നാനെ യേശുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വ്യക്തമായി ഭാവനയിൽ തെളിഞ്ഞു വരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ സ്ഥിരീകരണത്തിന് വേണ്ടി എന്ന് വേണം വിചാരിക്കാൻ 2 പേരെ യേശുവിന്റെ പക്കലേക്ക് പ്രത്യേക ദൂതായിട്ട് പറഞ്ഞയക്കുന്നു. ആ ശിഷ്യന്മാരോട് യേശു പറയുന്നു, യഥാർത്ഥത്തിൽ ദുഃഖമനുഭവിക്കുന്ന വ്യക്തികളെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടു എന്ന് നിങ്ങളുടെ ഗുരുവിനോട് ചെന്ന് പറയുക. ഇതാണ് യേശു അവരോട് പറഞ്ഞ ആ സന്ദേശത്തിന്റെ ചുരുക്കം. അവർ അപ്രകാരം ചെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനെ യേശുവിന്റെ രക്ഷണീയ കൃത്യത്തെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ ബോധ്യമായി. യേശു അതിലൂടെ തന്റെ രക്ഷണീയ കൃത്യത്തിന് ഒരു അവതരണക്കുറിപ്പ് എഴുതുകയായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. പക്ഷെ അവിടെ കൂടിയിരുന്ന പലർക്കും ആ അവതരണക്കുറിപ്പ് വായിച്ചു മനസ്സിലാക്കാനുള്ള പ്രാപ്തി അന്നില്ലായിരുന്നു. യേശുവിന്റെ രക്ഷണീയ കൃത്യത്തിന്റെ അടിസ്ഥാനം അവിടെ ഇടുകയായിരുന്നു യേശു. മനുഷ്യത്വപൂർണമായിട്ടുള്ള പ്രവർത്തന ശൈലി വളരെ സജീവമായ രീതിയിൽ പ്രത്യക്ഷമാകുന്ന ഒരു സുവിശേഷ ഭാഗം. യഥാർത്ഥത്തിൽ ആവശ്യം അനുഭവിക്കുന്ന സഹോദരന്റെ ആവശ്യം പരിഹരിക്കുന്നതിലൂടെയാണ് രക്ഷണീയ കൃത്യത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന സന്ദേശം യേശു ഇതിലൂടെ നമുക്ക് നൽകുന്നതായിട്ട് വേണം കരുതാൻ.